യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ഡിസംബർ അവസാനത്തോടെ ആരംഭിച്ചേക്കും. ഡിസംബർ 12 വെള്ളിയാഴ്ച മുതൽ ഡൽഹി പട്ന റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. പിന്നാലെ യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള റെഗുലർ സർവീസ് ആരംഭിക്കും. രാജ്യ തലസ്ഥാനമായ ഡൽഹിക്കും ബീഹാർ തലസ്ഥാനമായ പട്നയ്ക്കും ഇടയിലാണ് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഏകദേശം 1000 കിലോമീറ്റർ ദൂരം വെറും 8 മണിക്കൂറിൽ താണ്ടാനുള്ള ഈ അതിവേഗ ട്രെയിനിന് മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും. ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഫാക്ടറിയിൽ നിർമ്മിച്ച കോച്ചുകൾ ഇതിനോടകം തന്നെ റെയിൽവേക്ക് കൈമാറി കഴിഞ്ഞു. 16 കോച്ചുകളുള്ള 2 വണ്ടികളാണ് ബെമൽ ഇന്ത്യൻ റെയിൽവേക്കായി കൈമാറിയിട്ടുള്ളത്. പൂർണ്ണമായും സ്വദേശി സാങ്കേതിക വിദ്യയിലാണ് ഈ കോച്ചുകൾ നിർമ്മിച്ചതെന്ന് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചെയർ കാർ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ലീപ്പർ ബെർത്തുകൾ, ഓട്ടോമാറ്റിക് സെൻസിംഗ് ഡോറുകൾ, ബയോഡൈജസ്റ്റർ ടോയ്ലറ്റുകൾ, മികച്ച ലൈറ്റിംഗ്, ക്രാഷ് വർത്തി കോച്ചുകൾ, ആന്റി കൊളിഷൻ സിസ്റ്റം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ പ്രത്യേകത. ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ AC ഫസ്റ്റ് ക്ലാസ്, AC 2 ടയർ, AC 3 ടയർ കോച്ചുകൾ ഉണ്ടാകും. മൊത്തം 827 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ടിക്കറ്റ് നിരക്ക് എത്രയായിരിക്കുമെന്നത് സംബന്ധിച്ച ചർച്ചകളും യാത്രക്കാർക്കിടയിൽ സജീവമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും നിരക്ക് രാജധാനി എക്സ്പ്രസിന് സമാനമായിരിക്കുമെന്ന് സൂചന. രാത്രി യാത്ര ചെയ്ത് ഉറങ്ങിക്കൊണ്ട് തന്നെ രാവിലെ ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നതിനാൽ ഹോട്ടൽ താമസം ആവശ്യമില്ലാതെ സമയവും പണവും ലാഭിക്കാൻ ഈ ട്രെയിൻ യാത്രക്കാരെ സഹായിക്കും. ഉത്സവകാല യാത്രകൾ, ഔദ്യോഗിക ആവശ്യങ്ങൾ, ചുരുങ്ങിയ ദിവസത്തെ ഡൽഹി സന്ദർശനം തുടങ്ങിയവയ്ക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ, വേഗതയേറിയതും സുഖകരവും വൃത്തിയുള്ളതുമായ യാത്രാനുഭവം ഇനി പട്ന ഡൽഹി റൂട്ടിൽ ലഭ്യമാകും. കൂടുതൽ റൂട്ടുകളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേയുടെ നീക്കം.